നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അമ്പാലി മില്ലറ്റ് കിച്ചടിയാണ്. അമ്പാലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, അതായത് ഫെർമെൻറ്റ് ചെയ്ത മില്ലറ്റ് കഞ്ഞിയാണ്. ഇവിടെ അമ്പാലി മില്ലറ്റ് പൊറിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 120 ഗ്രാം വേവിച്ച ബർണേഡ് മില്ലറ്റ് എടുത്തിട്ടുണ്ട്. 120 രാവിലെ വേവിച്ച് വെച്ചതാണ്. വേവിച്ച് വെച്ചിട്ടൊരു 7 മണിക്കൂറായിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 ഐറ്റം കടലകൾ, ഗ്രീൻ പീസ്, ചെറുപയർ, വെള്ളപ്പയർ, ദെൻ ഉഴുന്ന്, കടലമാവ്, കടലപ്പരിപ്പ്, ഇത്രയും സാധനങ്ങൾ ഒരു 220 ഗ്രാമിൽ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള പാത്രത്തിലാണ്. ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റമുള്ള പാത്രമാണ്. അതായത് ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ നീരാവിയൊന്നും പുറത്തു പോകില്ല. ന്യൂട്രീഷൻ സേവ് ചെയ്യുന്ന ഒരു പാത്രമാണ്. ഞാൻ ആ പാത്രത്തെപ്പറ്റി പിന്നീട് വിശദീകരിക്കാം. ദെൻ മില്ലറ്റ് വേവിച്ചതും അതേപോലെ പാത്രത്തിലാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ പയറുവർഗ്ഗങ്ങളുടെ പകുതി മില്ലറ്റ്, ദെൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ്, ഗ്രീൻ പീസ് ഒരു 100 ഗ്രാം, ക്യാരറ്റ് 100 ഗ്രാം, ഒരു 75 ഗ്രാം ക്യാപ്സിക്കം, ദെൻ സവാള ഒരു 3 എണ്ണം, പച്ചമുളക് 2 എണ്ണം, കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ വെള്ളുള്ളി, ഇഞ്ചി ഒരൽപ്പം കറിവേപ്പില, ദെൻ നെയ്യ് വേണം. അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പീസ് വേണം. തക്കാളി ഒരു 3 തക്കാളി, ചെറിയ തക്കാളി ഒന്ന് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കോണ്ടിമെൻറ്റ്സ് ആയിട്ട് വേണ്ടത് ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടി, then അല്പം ഏലക്കായ, കുറച്ച് വലിയ ജീരകം, കുറച്ച് മറ്റേ മസാലകൾ ചേർത്തിട്ട് ഉള്ള ഇത്, ദെൻ ഒരല്പം ഏലക്കായ, ഒരല്പം ചെറിയ ജീരകം. ഇത്രയും സാധനമാണ് ഇതിൻ്റെ കോണ്ടിമെൻറ്റ്സ് ആയിട്ട് വേണ്ടത്. കുറച്ച് നെയ്യിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് വരട്ടുന്നു. വെജിറ്റബിൾ വരട്ടിയ ശേഷം അതിലേക്ക് കോണ്ടിമെൻറ്റ്സ് ചൂടാക്കി, ഇതിനു ശേഷം തക്കാളി കൂടി വരട്ടി അതിൽ ചേർക്കുന്നു. അതിന് ശേഷം അത് നമ്മൾ ചെറുപയറിലേക്ക് മിക്സ് ചെയ്യുന്നു. പയറുവർഗ്ഗങ്ങളിൽ മിക്സ് ചെയ്യുന്നു. പയറുവർഗ്ഗം മിക്സ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് തണുത്ത മില്ലറ്റിൻ്റെ കഞ്ഞി അതിലേക്ക് ചേർക്കുന്നു. അത് ചൂടാക്കുന്നില്ല, കാരണം അതിലെ പ്രോബയോട്ടിക്സ് അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കത് കഴിക്കാൻ പറ്റും. ദെൻ പാചകം ചെയ്തിട്ട് നമുക്ക് വീണ്ടും നോക്കാം. ശ്രേയസിൻ്റെ കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മില്ലറ്റ് അമ്പാലി കിച്ചടിയാണ്. അമ്പാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫെർമെൻറ്റഡ് പൊറിഡ്ജ്, അതായത് വേവിച്ചിട്ട് 6-7 മണിക്കൂർ തണുപ്പിച്ച അല്ലെങ്കിൽ തണുത്ത കഞ്ഞിയാണ്. അതിൽ ഗട്ട് ബാക്ടീരിയസ് ധാരാളം ഗ്രോ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ഗട്ട് ഫ്രണ്ട്ലിയാണ്, കുടലിനൊക്കെ വളരെ സഹായകമാണ്. അതുകൊണ്ട് നമ്മൾ അമ്പാലി കിച്ചടിയായിട്ടാണ് ഇന്ന് പാചകം ചെയ്യുന്നത്. നോക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ആദ്യം സവാളയും പച്ചമുളകും ഇഞ്ചിയും വെള്ളുള്ളിയും ഇട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് അതിൻ്റെ കൂടെ നമ്മൾ ബീൻസ് ഇട്ടതിന് ശേഷം നമ്മൾ ക്യാരറ്റും ദെൻ കാപ്സിക്കവും ചേർത്ത് ഇളക്കി ഇത് പാകമാകുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ കോണ്ടിമെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കുറച്ച് കായം ചേർത്തിട്ടുണ്ട്, അതുപോലെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കോണ്ടിമെൻറ്റ്സ് നമ്മളൊരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം ഗ്രാമ്പൂ, ദെൻ ഏലപ്പൊടി, ദെൻ പെരുംജീരകം, കുറച്ച് ചെറിയ ജീരകം ഇതിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ ജ്യൂസ് ചേർക്കും. അത് പാകമാകുമ്പോൾ അത് പയറിലേക്ക് കൂട്ടിച്ചേർത്ത് അതിനുശേഷം നമ്മളതിലേക്ക് നമ്മുടെ മില്ലറ്റ് വേവിച്ച് വെച്ചിട്ടുള്ള മില്ലറ്റിൻ്റെ പഴങ്കഞ്ഞി, അതായത് അമ്പാലി മില്ലറ്റ് കിച്ചടിയാണെന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുടലിലെ ബാക്ടീരിയകളുടെ സ്ട്രെങ്ത്ത് കൂട്ടുവാൻ സഹായിക്കുന്നുണ്ടാവും. ഇത് ഒരുപക്ഷെ നിങ്ങൾ വേറെ എങ്ങും കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ അമ്പാലി എന്ന രീതിയിൽ കഞ്ഞി കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിനപ്പുറം അമ്പാലി കിച്ചടി ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ ആയിരിക്കും ആദ്യം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വെജിറ്റബിൾ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് തക്കാളി ചേർക്കലാണ്. തക്കാളി അരച്ച തക്കാളിയാണ്. 3 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുന്നു.
അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ പയറിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഫൈബർ സമ്പുഷ്ടമായ, പ്രോട്ടീൻ സമ്പുഷ്ടമായ 2-3 ഐറ്റം 3-4 ഐറ്റം പയറുവർഗ്ഗങ്ങൾ ചേർക്കുന്നത് നമുക്ക് 9 എസൻഷ്യൽ അമിനോ ആസിഡ്സ് ഒരൊറ്റ പയറിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ 4-5 ഐറ്റം പയറുകൾ ചേർക്കുന്നത്. അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും 9 എസൻഷ്യൽ അമിനോ ആസിഡ്സും കിട്ടുമെന്ന്. സോ ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആക്കും. വെജിറ്റബിൾസ് നമ്മൾ പയറിലേക്ക് ഇടാൻ പോകുന്നു. പയറിലേക്ക് വെജിറ്റബിൾസ് ഇട്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ചൂടാകലാണ്. മില്ലറ്റ് അംബാലി കിച്ചടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ സവിശേഷമായൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പോഷകാംശം അല്പം പോലും പോകാതെ വളരെ ലാഭകരമായ ഇന്ധനലാഭവും അതേപോലെ തന്നെ പോഷക ലാഭവും ലഭിക്കുന്ന ഒരു പാത്രമാണ്. സമയലാഭം ഉണ്ടാവും. ഈ പാത്രത്തെപ്പറ്റി പിന്നീട് പറയാം. എന്തായാലും മില്ലറ്റ് അംബാലിയെപ്പറ്റി നമുക്ക് നോക്കാം, ഇതെങ്ങനെ പാചകം ചെയ്യാമെന്നുള്ളത്. എല്ലാവരും വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഉള്ളവരാണ് ഈ മില്ലറ്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്ററി സിസ്റ്റം ഗ്രോ ചെയ്യൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം.